നമ്മൾ നഴ്സറിയിൽ നിന്ന് റോസിന്റെ പുതിയ വെറൈറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശ്രദ്ധയാണ് അതിന്റെ മുകളിൽ. നമുക്ക് എങ്ങനെ അത് നല്ല രീതിയിൽ നശിച്ചു പോകാതെ പരിചരിക്കാമെന്ന് ആലോചിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ അതിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ അറിയാൻ ശ്രമിക്കും. ആശിച്ച് മോഹിച്ചൊരു റോസിന്റെ ചെടി കൊണ്ടുവന്ന ശേഷം അതിലൊരു പൂമുട്ട് വന്ന ശേഷം ആ പൂമുട്ട് വിരിയാതെ ഉണങ്ങിപ്പോയാലോ അല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ നമുക്ക് ഒരുപാട് സങ്കടമാവില്ലേ? അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. പൂമുട്ട് വിരിയാതെ കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ പൂമുട്ട് വാടിക്കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ആ പൂമുട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഷേപ്പ് ഇല്ലാതെ ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞ രീതിയിൽ ഡെവലപ്പായി വരിക. അപ്പൊ എന്താണ് ഇത് ആലോചിച്ചിട്ട് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണത്. പൗഡറി മിൽഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണത്. അതായത് ഒരു ഗ്രേയിഷ് കളർ പൗഡർ പോലത്തെ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ചെടിയുടെ തളിരിലയുടെ മുകളിലൊക്കെ ഉണ്ടാവും, അതുപോലെ ബെഡ്സിലൊക്കെ ഉണ്ടാകും, അതുപോലെ മുട്ടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പൗഡറി സബ്സ്റ്റൻസ് ഉണ്ടാകും. ഈ ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും മഴക്കാലങ്ങളിലും അതുപോലെ ഒരുപാട് ഹ്യൂമിഡിറ്റി ഉള്ള സമയങ്ങളിലൊക്കെയാണ്. നമ്മുടെ തോട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചെടികളിലേക്ക് സ്പ്രെഡ് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഒരു ഫംഗസ് ഡിസീസ് ആണ്. അപ്പൊ നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടോ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറയാറുണ്ട്. നമ്മുടെ ചെടി നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ രോഗം വന്ന ശേഷം ചികിത്സിക്കാനാണ് ഏറ്റവും നല്ലത്. രോഗം വരാതിരിക്കാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് ഏത് ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടൊക്കെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബാവിസ്റ്റിനോ അല്ലെങ്കിൽ സാഫോ കോപ്രോക്സിക്ലോറൈഡോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് വാങ്ങിച്ച ശേഷം അതിൽ പറഞ്ഞ അളവ് പ്രകാരം നമ്മൾ വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടി മൊത്തമായിട്ട് നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഏകദേശം 2 ആഴ്ച കൊണ്ട് തന്നെ ചെടി പൂർവ്വസ്ഥിതിയിലേക്ക് വരും. പൗഡറി മിൽട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പൗഡറി മിൽട്ടൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള തോട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആന്റി ഫംഗൽ അല്ലെങ്കിൽ ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന പരിപാടി നമ്മൾ നിർത്താൻ പാടില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മൾ എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. കാരണം അതിന്റെ സ്പോർസ് നമ്മുടെ തോട്ടത്തിൽ എവിടെയെങ്കിലൊക്കെ വീണെടുക്കുന്നുണ്ടാവും. അത് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോൺസ് എല്ലാം പുതിയ ഫംഗലായിട്ട് ഡെവലപ്പായി മാറും. അതിന്റെ സമാധി അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് വ്യത്യസ്ത തരം സ്പോർട്സ് ഒക്കെ ഉണ്ട് ഫംഗസിന്റെ. അപ്പം ഇത്തരം ഫംഗസിന്റെ സ്പോർട്സ് ഒക്കെ വിരിഞ്ഞു വരാനും അത് ചെടികൾ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള റോസ് ഒക്കെ നമ്മൾ തോട്ടത്തിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അവർ പറയും, നിങ്ങൾ ഈ റോസ് നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന ഫംഗിസൈഡ് ഉപയോഗിക്കണം എന്നൊക്കെ പലരും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് വില കൂടിയിട്ടുള്ള ചെടികളൊക്കെ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫംഗിസൈഡ് ഒക്കെ ഉപയോഗിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചെടി ഏത് നിമിഷം നശിക്കും. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഒരുപാട് ഫംഗസ് ഒക്കെ വന്ന് നമ്മുടെ ചെടി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള സമയം. പൗഡറി മിൽട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫംഗിസൈഡ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങണം. ഇല്ലെങ്കിൽ ചെടിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കാനും ചെടിയുടെ ആരോഗ്യം പറ്റിട്ടല്ലാവാനൊക്കെ ഒരുപാട് ചാൻസ് ഉള്ളൊരു ഫംഗസ് ആണത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഗാർഡൻ വീഡിയോ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.